ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നീറ്റ് എക്സാമിന് ഇനി 111 ഡേയ്സ് ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിൽ പോകുന്നതെന്ന് വിചാരിക്കുന്നു. BTSൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 22-ാം തീയതിയാണ്, ജനുവരി. അതിൻ്റെ ടൈം ടേബിൾ ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ പ്രിൻ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, PDF കിട്ടിയിട്ടുള്ളൂ. ഇതാണ് അതിൻ്റെ PDF. 22-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സാം. ഇതുപോലുള്ളൊരു PDF ആണ്. ഇനി പ്രിൻ്റ് കിട്ടുമായിരിക്കും. ജനുവരി 22-നാണ് ഫസ്റ്റ് എക്സാം വരുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ ഒന്നുകൂടി പ്രിപ്പറേഷന് ഭയങ്കര ഇൻറ്റൻസിറ്റി കൂട്ടാനാണ്. ഇന്ന് 12-ാം തീയതി 15 മണിക്കൂർ, ഇന്നത്തെ 15 മണിക്കൂറാണ് ചിലവഴിച്ചത്. അതിൽ എനിക്ക് പെൻഡിങ്ങുള്ളതാണ് ഫസ്റ്റ് നോക്കുന്നത്. ജെനറ്റിക്സ്, അതുപോലെ GOC, പിന്നെ എക്കോസിസ്റ്റം. ഞാനിതിൻ്റെ മുന്നേ പെൻഡിങ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് ചാപ്റ്റേഴ്സ് കണ്ടു തീർത്തീന്. അതായത് നമ്മൾ അന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം ഒരു ചാപ്റ്റർ മിനിമം കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. ആദ്യം തന്നെ ചില ചാപ്റ്ററിൻ്റെ ക്ലാസ്സൊക്കെ കണ്ടു വെച്ചിരുന്നു. അതിൽ പെട്ടാണ് ഈ എക്കോസിസ്റ്റം, കെമിക്കൽ ബോണ്ടിങ്, ബയോമോളിക്യൂൾസ്, ഗ്രാവിറ്റേഷൻ, സെമി കണ്ടക്ടർ, ഇലക്ട്രോണിക്സ്. ഇനി ഇത് പെൻഡിങ് തീർക്കുന്നതിനിടയിൽ തന്നെ ഒരു ദിവസം മുകളിൽ പറഞ്ഞ ചാപ്റ്റർ തീർക്കും. അങ്ങനെ ആണ് പ്ലാനിങ് വരുന്നത്. നെക്സ്റ്റ് ഡേയിൽ ഇതിൻ്റെ ജെനറ്റിക്സ് കണ്ടു തീർക്കാണ്ട്. ജെനറ്റിക്സ് 14 ക്ലാസ്സാണ് വരുന്നത്. അതിൽ ഞാനിപ്പോൾ ഇത്രയും ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത്, അപ്പോൾ നിങ്ങൾക്ക് പാർട്ട് A വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ ഈ സാറിൻ്റെ MN സാർ എന്ന് പറഞ്ഞ സൈലത്തിൻ്റെ ക്ലാസ്സാണ്. ഈ സാറെ ക്ലാസ്സാണ് ഞാൻ ജെനറ്റിക്സ് കാണുന്നത്. നല്ല ക്ലാസ്സായിട്ട് നല്ല മനസ്സിലാകുന്നുണ്ട്. BTSൻ്റെ ക്ലാസ് ഞാൻ കാണാൻ നിന്നിട്ടില്ല. നല്ല ലെങ്ത്ത് ഭയങ്കര കൂടുതലാണ്. പിന്നെ അതുപോലെ സ്ലൈഡൊന്നും ഇല്ലല്ലോ. അപ്പോൾ റെഫർ ചെയ്യാനൊക്കെ സൈലത്തിൻ്റെ ക്ലാസ്സാണ് ഭയങ്കര ഈസി. അപ്പോൾ അതാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഞാൻ നോക്കിയത് GOC ആണ്. GOCൻ്റെ ക്ലാസ്സും ഞാൻ സൈലത്തിൻ്റെ തന്നെ കാണുന്നത്. ഞാൻ ലൈവ് അല്ല, പേൾ വീഡിയോ ആണ് കാണുന്നത്. ലൈവ് നല്ല ലെങ്ത്ത് ഉണ്ട്. പേൾ വീഡിയോ ആകുമ്പോൾ ചെറിയ ടൈമിൽ തന്നെ കുറേ ക്വസ്റ്റ്യനൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. DPP ക്വസ്റ്റ്യനൊക്കെ ഓഫ്ലൈൻ സ്റ്റുഡൻസിൻ്റെ. അപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി. അപ്പോൾ ഇതാണ് കാണുന്നത്. പിന്നെ എക്കോസിസ്റ്റവും കംപ്ലീറ്റ് ചെയ്ത് ഇനി നെക്സ്റ്റ് ഡേക്കുള്ള പ്ലാൻ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ചെയ്യും. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി ഇതേപോലത്തെ PDF കണ്ടപ്പോൾ ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിന്. ഇതിൽ 54 ചാപ്റ്റർ എന്നൊക്കെ പറയുന്നത്. അതായത് അനിമൽ കിൻഡൊക്കെ ഇതിൽ നോൺ കോഡാറ്റ, അതുപോലെ കോഡാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് വേറെയാണ് കൊടുത്തത്. അങ്ങനെ ചില ഇതൊക്കെ കൊടുത്തിരിക്കണേ. 84 ചാപ്റ്റർ ഒന്നും അധികം കാണിക്കണേ. നല്ല യൂസ്ഫുള്ളാണ്, പെട്ടെന്ന് നമുക്ക് നോക്കാനൊക്കെ. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഇനി ഡെയിലി വീഡിയോ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ സ്റ്റഡി പ്ലാനൊക്കെ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. നിങ്ങളുടെ പെൻഡിങ്ങൊക്കെ കംപ്ലീറ്റ് ആയോന്ന് അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.